എവിടെയൊക്കെ വ്യത്യാസപ്പെടുന്നു എന്നുള്ളത്, പ്രൈവറ്റൈസേഷൻ എന്നുള്ളത് ഈ പറയുന്ന ധവളപത്രത്തിൽ സാമ്പത്തിക വിദഗ്ധർ മുന്നിൽ വച്ചിരിക്കുന്ന ഒരു പരിഹാര മാർഗമാണ്. അതിൽ തന്നെ വലിയ നഷ്ടത്തിൽ പോകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നതിൽ KSEB ഉണ്ട്, KSRTC ഉണ്ട്. KSRTCയുടെ കാര്യത്തിൽ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൊതുമേഖലയിൽ തന്നെ നിലനിർത്തേണ്ടതുണ്ട്. പക്ഷെ KSEBയുടെ കാര്യത്തിൽ അത്തരം സൂചനകൾ നമുക്ക് ലഭിക്കുന്നു. ഇത്രയും നഷ്ടത്തിൽ അത് പോകുമ്പോൾ അത് സ്വകാര്യവൽക്കരിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. ലാഭത്തിലാവുക എന്നത് മാത്രമാണോ ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരുകൾക്കുണ്ടാകേണ്ട ഒരു നിലപാടെന്ന ചോദ്യമുണ്ട്. പക്ഷേ ഇങ്ങനെ നഷ്ടത്തിൽ പോകുമ്പോൾ അത് തൊഴിലാളികൾക്കും അതുകൊണ്ട് ഗുണമില്ല എന്നൊരു വിഷയം അവിടെ നിൽക്കുന്നു. റോഷിപാലിക്ക് കൂടി, റോഷിപാൽ, ഇപ്പോൾ കഴിഞ്ഞ ബജറ്റ് ഘട്ടത്തിൽ ഇപ്പോൾ KN ബാലഗോപാലും അന്നത്തെ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ഒരു തർക്കം അല്ലെങ്കിൽ ചർച്ച എന്ന രൂപത്തിൽ വന്ന ഒരു കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് 38% മാത്രമാണ് ഇതുവരെ ചെലവഴിക്കരുത്. അതായത് KN ബാലഗോപാലിന്റെ അതിന് മുന്നത്തെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. പ്രഖ്യാപനങ്ങൾ നടത്തിയതിൽ എത്രത്തോളം നടപ്പാക്കുന്നു എന്നതും കൂടി ജനങ്ങൾ ഓഡിറ്റ് ചെയ്യുന്നതാണ്. വെറുതെ പ്രഖ്യാപനങ്ങൾ കൊണ്ട് കാര്യമില്ല. വലിയ പ്രഖ്യാപനങ്ങൾ, വലിയ പ്രതീക്ഷ നൽകുന്ന പ്രഖ്യാപനങ്ങൾ അടുത്ത ബജറ്റ് ആകുമ്പോഴേക്കും അത് എത്രത്തോളം ചെയ്തു എന്നൊരു ചോദ്യം വരുമ്പോൾ കഴിഞ്ഞ ബജറ്റ്, അതായത് കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ KN ബാലഗോപാലിന്റെ ബജറ്റിൽ 38% മാത്രമേ അതിനു മുമ്പുള്ള ബജറ്റിലെ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. അപ്പോൾ അദ്ദേഹം ധനമന്ത്രിയാകുമ്പോൾ, മുഖ്യമന്ത്രിയാകുമ്പോൾ നടപ്പാവുന്ന പ്രഖ്യാപനങ്ങൾ, അതായത് ഇത്രയും കാലയളവ് വെച്ചുകൊണ്ട് ആ കാലയളവിൽ ചെയ്യാനാകുന്ന പ്രഖ്യാപനങ്ങൾ എന്ന രൂപത്തിലായിരിക്കുമോ ഇന്നത്തെ ബജറ്റ് ഉണ്ടാവുക? സ്മൃതി, അതിന് സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷം LDF ഭരിക്കുന്ന കാലഘട്ടത്തിൽ പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDFന്റെ പ്രധാന വിമർശനങ്ങൾ ഒന്ന് ഇത് തന്നെയായിരുന്നു. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ അത് പ്രഖ്യാപനങ്ങളായി അവസാനിക്കുന്നു. ഓരോ വർഷം പൂർത്തിയാകുമ്പോഴും ആ പ്രഖ്യാപനങ്ങൾ അത് ചില പദ്ധതികൾ തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ വരുമാനം എത്ര ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് അതിനനുസരിച്ചായിരിക്കും പദ്ധതികളുടെ പ്രഖ്യാപനം എന്നതായിരിക്കും എന്ന സൂചന ആദ്യം തന്നെ VD സതീശന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സാമ്പത്തിക പരിമിതിക്കുള്ളിൽ നിന്നായിരിക്കും ബജറ്റ് എന്ന് ഏറ്റവും ഒടുവിലത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞതും. ഏതായാലും വരുമാനം വർദ്ധിപ്പിക്കാൻ പലതരത്തിലുള്ള സാധ്യതകൾ ഇപ്പോൾ ധവളപത്രത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സാമ്പത്തിക വിദഗ്ധർ. അതിൽ സ്വകാര്യ നിക്ഷേപം ഉൾപ്പെടെയുണ്ട്. അത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഏറ്റവും നഷ്ടമുണ്ടാക്കുന്ന 10 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പട്ടിക ഉൾപ്പെടെ ധവളപത്രത്തിൽ ഉണ്ടായിരുന്നു. ആ സ്ഥാപനങ്ങളിൽ എവിടെയൊക്കെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരാൻ കഴിയും എന്നത് അടക്കം പരിശോധിച്ച് അങ്ങനെ വരുമാനം വർദ്ധിപ്പിച്ച് നഷ്ടത്തിലുള്ള സ്ഥാപനങ്ങളെ ലാഭത്തിലാക്കുന്നു. അങ്ങനെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇതിൽ നികുതി വരുമാനം ഉറപ്പുവരുത്തുക എന്നതാണ്. കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശൻ പറഞ്ഞ ഒരു കാര്യം, എപ്പോഴും നിയമസഭയിൽ ചൂണ്ടിക്കാണിച്ചത് സംസ്ഥാനത്ത് നികുതി ചോർച്ച ഉണ്ടാകുന്നു എന്നതാണ്. വലിയ നികുതി ചോർച്ച ഉണ്ടാകുമ്പോൾ അത് ആ ചോർച്ചയടക്കാനുള്ള ഒരു നടപടികളും നികുതി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത്, GSTയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തവണ ആ മേഖലയിൽ കൃത്യമായ ശ്രദ്ധയൂന്നും അങ്ങനെ വരുമാനം ഉറപ്പുവരുത്തി എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്നത് ഉറപ്പ് അനുസരിച്ചായിരിക്കും പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാവുക. വെറുതെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് തലവേദനയാകുമെന്ന കൃത്യമായ ബോധ്യം ധനമന്ത്രി കൂടിയായി മുഖ്യമന്ത്രി VD സതീശനുണ്ടാകും. കാരണം അദ്ദേഹം തന്നെ വിമർശിച്ച വിഷയങ്ങളാണിത്. അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും നടപ്പിലാക്കിയിരുന്നില്ല, എല്ലാം പ്രഖ്യാപനം മാത്രമാണെന്ന പ്രതിപക്ഷത്തിൽ ഒട്ടേറെ കൗതുകങ്ങൾ നിറച്ചു വച്ചിരിക്കുന്ന ബജറ്റാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തവണ ഒരു ധവളപത്രം, ആ ധവളപത്രം സർക്കാർ തന്നെ നേരിട്ട് തയ്യാറാക്കില്ല, സാമ്പത്തിക വിദഗ്ധരുടെ കൂടി മേൽനോട്ടത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ധവളപത്രമാണ്. അപ്പോൾ അതിൽ നിന്നും ധവളപത്രത്തിൽ ഈ സാമ്പത്തിക വിദഗ്ധർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ എത്രത്തോളം ഈ ബജറ്റിലേക്ക് സ്വാംശീകരിക്കും, എത്രത്തോളമാണ് സർക്കാർ അതിൽ സ്വീകരിക്കാൻ പോകുന്നതും പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുന്നു. അപ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം 9 മണിക്ക് തൊട്ട് മുഖ്യമന്ത്രി, ധനമന്ത്രി പ്രഖ്യാപിക്കാനിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം.